السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സമുന്നതരായ നേതാക്കൾ, നമ്മുടെ മുഖ്യ ഭാഷകൻ സൽമാൻ അസ്ഹരി ഉസ്താദ് അടക്കമുള്ള സയ്യിദന്മാരടക്കമുള്ള നമ്മുടെ നേതൃത്വം, അള്ളാഹു നമ്മളെ അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്ന എൻ്റെ പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹു നമ്മുടെ ഒരുമിക്കൽ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ച കാലം അത്രയും നമ്മളിൽ നിന്ന് വന്ന സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടജീവിതം, പാപമുക്തമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീക്കും ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്സത്തോടുകൂടെ ജീവിച്ച്, ആഫിയത്തോടുകൂടെ ജീവിച്ച്, ആരോഗ്യത്തോടുകൂടെ ജീവിച്ച് മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിലും മഹിതമായ സമസ്തകളുടെ ജമിയത്തുലുലമയും അടിയുറച്ചു നിൽക്കാനും അതിനുവേണ്ടി ഹിദമത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം നമ്മയൊക്കെ അള്ളാഹു അവൻ്റെ ഹബീബായ മുത്തുനബിതങ്ങളോടുകൂടെ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ സദസ്സ്. 2 ദിവസം മുമ്പ് പ്രചരണം എന്ന് പറയാൻ പറ്റൂല, ഒരു പോസ്റ്റർ കൊണ്ട് തുടങ്ങിയ ഈ പരിപാടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാണെങ്കിൽ, നൂറ്റാണ്ടിന്റെ സമ്മേളനം കാത്തു നിൽക്കുന്ന നമ്മൾ കുനിയയിൽ കാണാൻ പോകുന്ന ഒരു വലിയ ജനസാഗരമാകും എന്നതിൽ നമുക്ക് തർക്കമില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, സമസ്തയുടെ ഉത്ഭവത്തിന്റെ ആ ഒരു പശ്ചാത്തലം ബഹുമാനപ്പെട്ട പ്രഭാഷകരൊക്കെ നമ്മോട് പറയുകയുണ്ടായി. സമസ്തയെ നമ്മൾ തിരുത്തേണ്ടതില്ല, സമസ്തയെ നമ്മൾ തിരുത്താൻ നിന്നാൽ നമ്മൾ നട്ടം തിരിയുക മാത്രമാണ് ഉണ്ടാവുക, സമസ്ത തിരിയില്ല എന്നുള്ളത് നമുക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. കാരണം 926 സമസ്ത നിർമ്മിതം ഉണ്ടാക്കിയത് മുതൽ ഈ 26 നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെയും സമസ്തയെ തിരുത്താൻ ഒരുപാട് കുൽസിത ശക്തികൾ തിരിച്ചുണ്ട്. അവരെല്ലാം സ്വന്തം നട്ടം തിരികെയല്ലാതെ സമസ്തക്കൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എവിടെയാണോ സമസ്ത തുടങ്ങിയത് അവിടെ തന്നെ സമസ്ത ഇന്നും പ്രജ്വലിച്ചുകൊണ്ട് വളരെ മനോഹരമായി നിലകൊള്ളുകയാണ്. അള്ളാഹു എന്തൊരു മഹത്തായ ഒരു സംഘടനയാണ്. നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട പാതാർ വൈസി പറഞ്ഞു, അള്ളാന്റെ ഹബീബിനെ നേരിട്ട് കണ്ട് മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ചവൻ ഹതഭാഗ്യനായി പോയ ചരിത്രം പറഞ്ഞു. നമ്മളൊക്കെ അള്ളാഹു മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി ജീവിച്ചു, സുന്നിയായി കൊണ്ട് നിലനിന്നുകൊണ്ട് മഹിതമായ സമസ്തയുടെ ഹാദിമീകാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ്. വലിയ ഭാഗ്യമാണത്, നിസ്സാര കാര്യമായി നമ്മൾ കാണണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ ഓഫീസിൽ ഒരു അടിക്കാട്ട് മാറുന്ന ഹിദമയെ ചെയ്യാനാണ് അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് തന്നതെങ്കിൽ അത് ചെയ്യാൻ 100 തവണയെങ്കിലും മനസ്സാന്നിധ്യം കൊണ്ട് അത് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളേക്കത്. സമസ്തയ്ക്ക് വേണ്ടി ഏത് നിലക്ക് നമ്മൾ ഹിദമ ചെയ്യുക, അതിന് അള്ളാഹു നമ്മളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദർഭത്തിലൊരു ദീർഘമായ ഭാഷണം ഭൂഷണമല്ല എന്ന് എനിക്കറിയാം. കാണാൻ കൊതിച്ചൊരു മുഖമായിരുന്നു പ്രിയപ്പെട്ട സൽമാൻ അസ്ഹരിയുടേത്. എപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഡിബേറ്റുകൾ കാണും, പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എപ്പോഴും ലൈക്ക് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ്, വളരെ വലിയ സാഗരമാണ്. കടലിനൊരു ചരിത്രമുണ്ട്. കടൽ എപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടൽ പുറന്തള്ളും. ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും, ചത്താലും എവിടെ ഉണ്ടാവും? ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും. കണ്ടിട്ടില്ലേ? എന്താ കടലിൽ സ്ഥലമില്ലാത്തോണ്ടാ? അല്ല, കടലിന് വൃത്തിഹീനമായ സംഗതിയൊന്നും കടലിന് വേണ്ട എന്നുള്ളതാണ്. സമസ്ത ഒരു മഹാസാഗരമാണ്, സമസ്ത ഒരു മഹാസാഗരമാണ്. ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പോഴത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ്, സംശയമില്ല. അൽഹംദുലില്ലാ, വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവരൊക്കെ പടച്ചവൻ ഒന്നാണ് പുറത്തേക്ക് പോയെങ്കിൽ എന്നുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പൂതിണ്ട്. കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നാസിർ ഫൈസി, തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്വയം ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഇവിടുന്ന് പറയണം. ഇനി കുറെ ആളുകൾ പോകാണ്ട്, ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ സമസ്തയുടെ ഹാദിമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എത്രക്ക് ഇനി പോകാണ്ട് ഒലക്കൺ പോകണം. 100ന്റെ സമ്മേളനത്തിൽ ഇവിടെ നിന്ന് നമ്മൾ കാണരുത്, നല്ല നിലക്ക് വന്നോട്ടെ. അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ
പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സമസ്ത നമുക്ക് ഇങ്ങനെ കാണണം. സമസ്തയുടെ നമ്മൾ ആഗ്രഹിക്കുന്ന, സമസ്തയെ നോവിക്കാത്ത, സമസ്തയെ വെറുപ്പിക്കാത്ത, സമസ്തയുടെ ആലിമ്യങ്ങളെ കുറ്റം പറയാത്ത, പൂർണ്ണമായി സമസ്തയെ നെഞ്ചേറ്റുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് അഭിമാനമാണ് സയ്യിദുൽ ഉലമ. പറഞ്ഞല്ലോ, എത്ര മഹാനാണ്, എത്ര കുലീനമായിട്ടാണ് ആ മനുഷ്യൻ പെരുമാറുന്നത്. വളരെ വിനയത്തോടുകൂടെ, ഒന്നും ആഗ്രഹിക്കാത്ത ആ മഹാനായ സയ്യിദുൽ ഉലമ എത്ര ആളുകളാണ് പണ്ഡിത വേഷധാരികൾ. പറയുമ്പോ വിഷമൊന്നുമല്ല കേട്ടോ, തിരിച്ച് അതേ നാണയത്തിൽ എന്ത് ചെയ്യും, പറയും എന്നുള്ളതാണ്. അതിന് സയ്യിദുൽ ഉലമ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ്. മുത്തനബി തങ്ങള് ആ ഒരു ദീനിന്റെ അനന്തരാവകാശികളായി, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി പറഞ്ഞു തന്ന, ഇന്ന് ഞങ്ങളുടെ അനന്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ് സയ്യിദുൽ ഉലമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒന്നും പറയുന്നില്ല, സമസ്തയുടെ ഖാദിമായി നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റൊരു വർത്താനം കേട്ടോ, സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പേരിട്ടിട്ടുണ്ട് ഇവിടെ, ഷജറ എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച വാക്കാണ് ഷജറ എന്നുള്ളത്. ഇല്ലേ? നിങ്ങൾക്കൊന്ന് കേൾക്കണോ? സമസ്തയെ സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും അതിന്റെ ഖാദിമായി മരണം വരെ നിലകൊള്ളുന്നവന്റെയും പേരാണ് ഷജറയെങ്കിൽ 1000 വട്ടമല്ല 10,000 വട്ടം നിങ്ങൾ വിളിച്ചോളൂ ഷജറ എന്ന്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. നിങ്ങൾക്കുള്ളൊരു പേരെന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ചോ. നമുക്ക് ഖുർആനിലുള്ള പേരാ കിട്ടി അല്ല, ഷജറ എന്നുള്ളത് ഖുർആൻ പരാമർശിച്ചതാണല്ലോ. ആ വാക്ക് ഖുർആനിലുണ്ടല്ലോ. നിങ്ങളൊന്ന് നോക്കാം, നിങ്ങള് സുഹാബി, നളന്ത, ഇതൊക്കെയാണ് അവരുടെ പേര്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല, ഈ ഒരു പരിപാടിക്ക് ഒരുപാട് സാമ്പത്തികമായ ചെലവുണ്ടാവും. ഇത്ര മനോഹരമായ ഒരു ഹാളിൽ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ സമസ്തയെ പറഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ചെലവുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഒരു വിമുഖതയും കാണിക്കാതെ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടിയുള്ള ഹിദമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജാരിയായ സ്വതക്ക നിങ്ങൾ എല്ലാവരും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളൊക്കെ നൽകുക. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.